ഹായ് ഫ്രണ്ട്സ്, ഏതാനും നാളുകൾക്ക് മുൻപ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് അടുത്ത പരിചയമുള്ള 60-65 വയസ്സ് പ്രായമുള്ള ഒരു ചേട്ടൻ വീടിൻ്റെ ഗേറ്റിന് സമീപം പതുങ്ങുന്നത് കണ്ടു. ഇദ്ദേഹത്തിൻ്റെ ആ പതുങ്ങലിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായതുകൊണ്ട് ആ സമയത്ത് എൻ്റെ കൈവശമുണ്ടായിരുന്ന ചെറിയൊരു തുക ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഈ വ്യക്തി ശരിക്കും ആരായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നിന്നും ഒരു 20-25 വർഷം പിന്നോട്ട് യാത്ര ചെയ്യണം. അന്ന് എൻ്റെ ഡാഡി വിദേശത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അദ്ദേഹത്തിന് ഗൾഫിൽ നിന്നും പ്രതിമാസം ലഭിച്ചുകൊണ്ടിരുന്നത് ഏകദേശം 10,000 രൂപയാണ്. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്നത് പുഴയിൽ നിന്നും മണൽ വാരാൻ പോകുന്ന വ്യക്തികൾക്കാണ്. അവർക്ക് ആ കാലഘട്ടത്തിൽ പ്രതിദിനം എന്നോളം 1250 മുതൽ 1500 രൂപ വരെ ലഭിക്കുമായിരുന്നു. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു ചേട്ടനാണ് ആ ദിവസം എൻ്റെ വീടിൻ്റെ മുന്നിൽ പതുങ്ങി നിന്നത്. എന്ന് പറഞ്ഞാൽ 20-25 വർഷങ്ങൾക്ക് മുൻപ് പ്രതിമാസം 30,000 രൂപ മുതൽ 45,000 രൂപ വരെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഇന്നൊരു ചായ കുടിക്കണമെങ്കിൽ പോലും മറ്റുള്ളവരിൽ മുൻപിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ. ഒരു കാരണവശാലും ഈ ചേട്ടനെ താഴ്ത്തിക്കെട്ടാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോ അല്ല ഇത്. ഈ ചേട്ടനെ പോലെ നമുക്ക് വരുമാനമുള്ള സമയത്ത് മതിമറന്ന് നമ്മൾ ചെലവിടുകയാണെങ്കിൽ നമുക്ക് വന്നേക്കാവുന്ന വലിയൊരു വിപത്തിനെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. Once again, welcome back to the Thommichan tips powered by Diaz Academy. My name is Primson Diaz. Thommichan tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഞാൻ സാധാരണ രീതിയിൽ ട്രെയിനിങ്ങിനിടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മറ്റ് ഒരു ഫിനാൻഷ്യൽ ഗോളും നിങ്ങൾ പ്ലാൻ ചെയ്തില്ലെങ്കിലും റിട്ടയർമെൻറ്റ് പ്ലാനിങ് നിങ്ങൾ മസ്റ്റായിട്ട് പ്ലാൻ ചെയ്യണം എന്ന് പറയാറുണ്ട്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 കാരണങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഒന്നാമതായി, നിങ്ങൾക്ക് വീട് വാങ്ങണമെങ്കിൽ, കാർ വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്, വിവാഹത്തിന്, ഇപ്പോൾ ഹോം അപ്ലയൻസ് വാങ്ങണമെങ്കിൽ, ഈവൻ ടൂർ പോകണമെങ്കിൽ പോലും നമുക്ക് ഈ കാലഘട്ടത്തിൽ ലോൺ ലഭിക്കും. എന്നാൽ റിട്ടയർമെൻറ്റിന് വേണ്ടി ലോൺ തരുന്ന ഒരു ബാങ്കിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. മറ്റെന്തിനും ഈ കാലഘട്ടത്തിൽ നമുക്ക് ലോൺ ലഭിക്കും. എന്നാൽ റിട്ടയർമെൻറ്റ് ലോൺ എടുത്ത് ഭംഗിയായിട്ട് നടത്താം എന്ന് വിചാരിച്ചാൽ അത് നടക്കാത്തൊരു സ്വപ്നം തന്നെയാണ്. രണ്ടാമതായി, മറ്റേത് ഫിനാൻഷ്യൽ ഗോളാണെങ്കിലും അതിനൊരു ഫിക്സഡ് ടൈം ഉണ്ട്. ഉദാഹരണത്തിന് ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യം എടുത്താൽ ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 10 വർഷം എടുക്കും. ഈ 10 വർഷം നമ്മൾ തുക ചെലവഴിച്ചാൽ മതി. എന്നാൽ താങ്കളിപ്പോൾ 60ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് ആകുകയാണെങ്കിൽ എത്രാമത്തെ വയസ്സിൽ താങ്കൾ മരിക്കുമെന്ന് താങ്കൾക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അത് ചിലപ്പോൾ 65, 70, 80, 90 വയസ്സാകാം. അപ്പോൾ നമുക്കൊരു ഫിക്സഡ് ടൈം ഇല്ല എന്നത് മാത്രമല്ല, മറ്റേത് ഫിനാൻഷ്യൽ ഗോളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ നാളുകൾ റിട്ടയർമെൻറ്റ് കോർപ്പസിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തായിട്ട് 13 വർഷത്തിലധികമായി ഫിനാൻഷ്യൽ സെക്ടറിൽ ഞാൻ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് ഇത്തരം വർഷത്തിനിടെ ആയിരക്കണക്കിന് നിക്ഷേപകരുമായി അടുത്തിടപഴകുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു മിക്കവർക്കും തന്നെ എല്ലാ മാസം എന്നോളം ഒരു നിശ്ചിത തുക മാതാപിതാക്കൾക്ക് കൊടുക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ നിലവിൽ നിരവധി കമ്മിറ്റ്മെൻറ്റുകൾ ഉള്ളതുകൊണ്ട് അപൂർവം ചിലർക്ക് മാത്രമേ ഈ കൃത്യമായിട്ട് എല്ലാ മാസം എന്നോളം മാതാപിതാക്കൾക്ക് ഒരു നിശ്ചിത തുക കൊടുക്കാൻ സാധിക്കാറുള്ളൂ. നിരവധി മൂല്യങ്ങളിലൂടെ വളർന്നു വന്ന നമ്മളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ, അതായത് ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുക എന്ന ഒരു പോളിസിയിലൂടെ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ നമ്മളെ പൊന്നുപോലെ നോക്കുമെന്ന് വിചാരിക്കുന്നത് ഒരു അതിമോഹമായിരിക്കില്ലേ? ഇനി അവർ നമ്മളെ നോക്കുമെങ്കിൽ തന്നെ എന്തും ഏതിനും മക്കളുടെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ നമ്മളെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് തന്നെ നടത്തുവാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കില്ലേ കൂടുതൽ നല്ലത്. അടുത്തായിട്ട് നമ്മൾ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ മറ്റോ ആണെങ്കിൽ റിട്ടയർമെൻറ്റ് ഏജ് ആകുന്ന സമയത്ത് ഒരു പരിധിവരെയൊക്കെ ഗവൺമെൻറ് നമ്മളെ ടേക്ക് കെയർ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനെങ്കിൽ സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്ത്യയെ പോലെ ഇത്രയും വൈഡ് ആയിട്ടുള്ള, ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് 60 വയസ്സിന് ശേഷം അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഏജിന് ശേഷം ഗവൺമെൻറ് നമ്മളെ ടേക്ക് കെയർ ചെയ്യും എന്ന് വിചാരിക്കുന്നത് ഒരു അതിമോഹം തന്നെയായിരിക്കില്ലേ? നമ്മളുടെ റിട്ടയർമെൻറ്റ് നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മളെ റിട്ടയർമെൻറ്റ് ജീവിതം ദുരിതപൂർണമായിരിക്കും എന്നതിൽ ഒരു സംശയമില്ല. താങ്കളുടെ റിട്ടയർമെൻറ്റ് കൂടുതൽ സുരക്ഷിതമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ആസ്വാദികരമാക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഒരുക്കുന്ന റിട്ടയർ എന്ന ഒരു പവർ പാക്കഡ് ആയിട്ടുള്ള റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് വർക്ക്ഷോപ്പ് താങ്കൾക്ക്
വലിയ രീതിയിൽ തന്നെ മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. റിട്ടയർമെന്റ് പ്ലാനിങ്ങിലെ 10 ഗോൾഡൻ റൂൾസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പവർ പാക്കഡ് ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് പ്ലാനിംഗ് വർക്ക്ഷോപ്പാണ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഇതൊരു ഓൺലൈൻ വെബിനാർ ആയതിനാൽ ലോകത്തിലെ എവിടെ നിന്നും താങ്കൾക്ക് ഈ പ്രോഗ്രാം ആക്സസ് ചെയ്യുവാൻ സാധിക്കും. സീറ്റുകൾ വളരെ പരിമിതമാണ്. അടുത്ത ഈ റിട്ടയർമെന്റ് പ്ലാനിംഗ് വർക്ക്ഷോപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് താങ്കൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈവൻസ് എന്ന ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. റിട്ടയർമെന്റ് പ്ലാനിംഗ് വർക്ക്ഷോപ്പിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.